ഞാനാ ഗോപാലൻ. എന്തായി ആ സമയത്ത്? ഇത് സഖാവ് ബാലകൃഷ്ണൻ, കേട്ടിരിക്കുമല്ലോ, ട്രേഡ് യൂണിയൻ നേതാവ്. പിന്നെ കേട്ടിട്ടുണ്ടോന്നു? രാജ്യ സുരക്ഷിത നിയമം ഇന്നലെ പ്രഖ്യാപിച്ച വിവരം തമ്പുരാൻ അറിഞ്ഞിരിക്കുമല്ലോ. നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. സഖാവിനെ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ പാർപ്പിക്കണം. ഗോപാലൻ പറഞ്ഞാ പിന്നെ എങ്ങനാ? ഇതാ വരൂ. ഇത് എന്റെ സഹോദരി സാവിത്രി, ഇതെന്റെ ഭാര്യ ശ്രീദേവി. ഈ ഇറയിൽ കൂടിക്കോളൂ. ശരി. അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് സമയം പോകാൻ രണ്ട് മാർഗേ ഉള്ളൂ. ഒന്ന് എഴുത്ത്, മറ്റൊന്ന് വായന. ഇവിടെ ധാരാളം ബുക്സ് ഉണ്ട്. നാളെ മതി. എന്നാ വിശ്രമിച്ചോളൂ. ഇവിടെ ഉണ്ടെന്ന് ഒരു പക്ഷി പോലും അറിയില്ല. അങ്ങയെപ്പോലുള്ള അനുഭാവികളുള്ളത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. അയ്യോ അയ്യോ. ബാല ഇതുവരെ ഉണർന്നില്ലേ? ഇല്ല. യാത്രാക്ഷീണം, പിന്നെ ഒളിവിലിരിക്കാന്ന് പറഞ്ഞാ ഉൾഭയം കാണും. ആ ചായ ശ്രീദേവി അങ്ങോട്ട് വെച്ചോളൂ, ഉണരുമ്പോ കുടിച്ചോളും. ആ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കെങ്ങേ പോവണം. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം മാത്രല്ല, ഞാനും. പുറത്തിറങ്ങിയ പോലീസ് പിടിക്കുന്ന പേടിയുണ്ടോ? ഒരു പേടിയുമില്ല. പുറത്തുള്ള പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കാനാ ഞാൻ പിടികൊടുക്കാതിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? അസൗകര്യങ്ങളൊന്നുമില്ല. അല്ല പിന്നെ ഗോപാലൻ പറഞ്ഞു ഇവിടുത്തെ താമസം മതിയാക്കി പോവാണെന്ന്. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വരികയല്ലേ. പത്രത്തിൽ വായിച്ചു. ഒളിവിലും ജയിലിലും കഴിയുന്ന മറ്റ് സഖാക്കളുടെ പേര് നോമിനേഷൻ കൊടുക്കണം. അതിന് ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ. എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? കുറെ വായിച്ചിരുന്നപ്പോ സമയം പോയതറിഞ്ഞില്ല. വിവാഹം കഴിച്ചിട്ടില്ലേ?
പാർട്ടി പ്രവർത്തനത്തിന്റെ തിരക്കില് അത് മറന്നു. അദ്ദേഹം നേരത്തെ ഉറങ്ങി. സാവിയെടുത്തിയും കിടന്നു. എന്താ ഇത്? വാതിലടയ്ക്കരുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ചെയ്യണത് തെറ്റാണെന്നും അറിയാം. നാളെ പോവുകയാണെന്ന് അറിഞ്ഞു. എനിക്കൊരു കുഞ്ഞു വേണം. ഞാനും ഒരു സ്ത്രീയല്ലേ. ഇവിടെ വന്ന നിമിഷം മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, എതിർക്കരുത്,